ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ മാസ്റ്റർ പ്ലാനിൽ മാറ്റം വരുത്തുമെന്ന് കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി. ബ്രഹ്മപുരത്ത് ഭക്ഷണ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു എന്ന മേയർ. പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന മുൻ ഭരണസമിതിയുടെ അവകാശവാദം മേയർ തള്ളി. കത്തിയമർന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പൂന്തോട്ടമാക്കി എന്നതായിരുന്നു LDF ഭരണസമിതിയുടെ വാദം. എന്നാൽ അതിനെ പൂർണ്ണമായി തള്ളുകയാണ് കൊച്ചി കോർപ്പറേഷനിലെ പുതിയ UDF ഭരണസമിതി. 2.5 ലക്ഷം ടൺ ബയോമൈനിങ്ങിന് വിധേയമാക്കാൻ ഇനിയുമുണ്ട്. മല പോലെ കിടക്കുകയാണ് ഭക്ഷണ മാലിന്യം. വീണ്ടെടുത്ത 104 ഏക്കർ പുഴയിൽ മുങ്ങിപ്പോയി. ഇങ്ങനെ നീളുന്നു പുതിയ ഭരണസമിതിയുടെ കണ്ടെത്തലുകൾ. ഇവിടെ ക്രിക്കറ്റ് പിച്ച് ഉണ്ടാക്കി ക്രിക്കറ്റ് കളിക്കുന്ന ലാൻഡാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലും പബ്ലിക്കിന്റെ മനസ്സിലും ഉള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീപിടുത്തത്തിന് ശേഷം ഇവിടെ വരുന്ന ഫുഡ് വേസ്റ്റ് ഒരു പ്രോസസ്സിംഗ് നടത്താതെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ബ്രഹ്മപുരത്ത് ഇനി നമ്മളൊരു പ്രൊജക്റ്റ് നടപ്പാക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വെച്ച് ഒക്കെ ചെയ്തെടുക്കേണ്ട അവസ്ഥയിലേക്കാണ്. ആ ലാൻഡ് നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സെപ്റ്റേജ് ടാങ്കും പുതിയതായി നിർമ്മിക്കും. നഗരസഭയുടെയും വിവിധ മുനിസിപ്പാലിറ്റികളുടെയും മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്ന തരത്തിൽ ബ്രഹ്മപുരം മാസ്റ്റർ പ്ലാനിൽ ഭേദഗതി വരുത്താനാണ് നീക്കം. ബ്രഹ്മപുരത്ത് നേരിട്ട് സന്ദർശനം നടത്തിയാണ് മേയർ VK മിനിമോളുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. മീഡിയ 1 കൊച്ചി.